പ്രിയമുള്ള സ്കൗട്ട് ഗൈഡ് സഹോദരങ്ങളെ, റോവർ ലീഡേഴ്സ്, റേഞ്ചർ ലീഡേഴ്സ്, റോവേഴ്സ്, റേഞ്ചേഴ്സ്, നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം, അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദിനംപ്രതി COVID-19 രോഗി കൂടി വരികയാണ്. ഇപ്പോൾ 1000-1000-ന് മുകളിലുമാണ് ഇന്ന് രോഗികൾ. ലക്ഷക്കണക്കിന് രോഗികളാണ്, ജനങ്ങളാണ് ലോകത്ത് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മുഴുവൻ ജനതയ്ക്ക് മുന്നിൽ എല്ലാവിധ ആദരാഞ്ജലികളും ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. റോവർ ലീഡേഴ്സിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ പ്രശംസനീയമായ വിധത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി സേവനമനുഷ്ഠിക്കുന്ന മുഴുവൻ റോവേഴ്സും റേഞ്ചേഴ്സിനും അവരെ അതിനെ പ്രാപ്തമാക്കിയ റോവർ ലീഡേഴ്സിനെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. രോഗികൾ കൂടിവരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ സർക്കാർ ആരംഭിച്ചിട്ടുള്ള കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിൽ നമുക്ക് കഴിയാവുന്നത്ര ബെഡ്ഷീറ്റുകൾ, തലയിണ, ബക്കറ്റുകൾ, മഗ് തുടങ്ങിയ സാധനങ്ങൾ സംഘടിപ്പിച്ച് നൽകാൻ നാം ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമായ മാസ്ക് നിർമ്മാണവും വിതരണവും കൂടുതൽ വലിയ തോതിൽ വ്യാപിപ്പിക്കാൻ റോവർ ലീഡേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കേരളത്തിലെ പല ജില്ലകളിലും ബ്ലഡ് ബാങ്കുകളിൽ രക്തം നൽകാൻ, ബ്ലഡ് നൽകാൻ കഴിയാത്ത വിധത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിലും റോവർ ലീഡേഴ്സും റേഞ്ചർ ലീഡേഴ്സും മുൻകൈയെടുത്ത് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് കൂടുതൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളുടെ ഓർമ്മയിലേക്ക്: സാമൂഹിക അകലം പാലിക്കുക, സാനിറ്റൈസ് ഉപയോഗം, സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകൽ, ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കൽ എന്നിവയെക്കുറിച്ച് കൂടിയും നല്ല രീതിയിൽ ബോധവൽക്കരണം നടത്തുകയും വേണമെന്ന് ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രയും സേവന പ്രവർത്തനം നടത്തുമ്പോൾ സർക്കാർ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി എല്ലാ സേവന പ്രവർത്തനങ്ങളും നടത്തണമെന്നും കൂടി ഓർമ്മിച്ചുകൊണ്ട് അടുത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. മഹാനായ ലോർഡ് ബാഡൻ പവൽ 1907 ഇംഗ്ലണ്ടിൽ ബ്രൗൺസി ഐലൻഡിൽ 21 ബാലന്മാരെ വെച്ചുകൊണ്ട് നടത്തിയ പരീക്ഷണ ക്യാമ്പിലൂടെ സ്കൗട്ട് പ്രസ്ഥാനം ആരംഭിച്ചു. പിന്നീട് ലോകരാഷ്ട്രങ്ങളിൽ അതിവേഗത്തിൽ പടർന്ന് പന്തലിക്കുകയും ചെയ്തു. 15 വയസ്സ് വരെയുള്ള ബാലന്മാർക്ക് വേണ്ടിയായിരുന്നു സ്കൗട്ട് പ്രസ്ഥാനം ആരംഭിച്ചത്. എന്നാൽ 15 വയസ്സിന് ശേഷവും ബാലന്മാർ സ്കൗട്ട് ആക്ടിവിറ്റീസ് നിന്ന് വിട്ടുപോകാൻ തയ്യാറാവാതെ വീണ്ടും സ്കൗട്ട് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇത് ഒരു വലിയ തലവേദനയായി. മഹാനായ ബാഡൻ പവൽ അതിനെക്കുറിച്ച് കാര്യമായി ചിന്തിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 15 വയസ്സുള്ള കുട്ടികളും, കാരണം 15 വയസ്സുള്ള കുട്ടികളും 15 വയസ്സിന് മുകളിലുള്ള യുവത്വത്തിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികളുടെയും മാനസികാവസ്ഥ, സ്വഭാവ മാറ്റങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 15 വയസ്സുകൾ മുകളിലുള്ള ബാലന്മാർക്ക് വേണ്ടി 1914 സ്കൗട്ട് ഫ്രണ്ട്ലി സൊസൈറ്റി ആസ് എ ബ്രദർഹുഡ് ഓഫ് ഓൾഡ് സ്കൗട്ട്സ് എന്ന വിഭാഗം ആരംഭിച്ചു. വീണ്ടും ക്രമമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി 1922 റോവറിംഗ് ടു സക്സസ് എന്ന് ബാഡൻ പവൽ എഴുതിയ പുസ്തകത്തിലൂടെ റോവറിങ്ങിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തത വന്നു.
അങ്ങനെ റോവറിംഗ് വിവിധ രാഷ്ട്രങ്ങളിൽ വളരെ വേഗത്തിൽ ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് സ്കൗട്ടിലെ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടാണ് റോവറിങ്ങിനെ അറിയപ്പെടുന്നത്. ഈ അവസരത്തിൽ നമുക്ക് എന്താണ് റോവറിങ് എന്നതിനെ കുറിച്ചിട്ടൊന്ന് ചിന്തിക്കാം. വാട്ട് ഈസ് റോവറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ പറയാവുന്നത് റോവേഴ്സ് ആർ എ ബ്രദർഹുഡ് ഓഫ് ഓപ്പൺ എയർ ആൻഡ് സർവീസ്. പൊതുസ്ഥലങ്ങളിൽ സേവനം അനുഷ്ഠിക്കാനുള്ള ഒരു ലോക സാഹോദര്യമാണ് റോവറിംഗ്. എന്താണ് ഉദ്ദേശലക്ഷ്യങ്ങൾ? യുവാക്കളെ ഹാപ്പി, ഹെൽത്തി, യൂസ്ഫുൾ സിറ്റിസനായി മാറ്റുക, സന്തോഷമുള്ള, ആരോഗ്യമുള്ള, രാഷ്ട്രത്തിന് ഉപയോഗമുള്ള നല്ല പൗരന്മാരെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് റോവറിംഗ്. ഇനി റോവറിങ്ങിനെ കുറിച്ചിട്ട്, റോവർ ക്രൂവിനെ കുറിച്ചിട്ട് നമുക്ക് ചിന്തിക്കാം. 24 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെയാണ് ഒരു റോവർ ക്രൂ എന്ന് പറയുന്നത്. എന്നാൽ മിനിമം 6 പേരെങ്കിലും ഒരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഒരു റോവർ ക്രൂ ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. 15 മുതൽ 25 വരെയുള്ള വരെയുള്ളവരെയാണ് റോവേഴ്സ് എന്ന് പറയുന്നത്. 25 തൊട്ട് 35 വരെയുള്ള റോവേഴ്സിനെ റോവറിംഗ് സർവീസായിട്ട് നാം കണക്കാക്കും. 25 വയസ്സ് കഴിഞ്ഞിട്ടുള്ള യുവാക്കൾക്ക് റോവറിങ്ങിൻ്റെ സേവന പ്രവർത്തനങ്ങളിലും മറ്റെല്ലാ പ്രവർത്തനങ്ങളും പ്രവർത്തിക്കാം. പക്ഷെ അവർക്ക് അഡ്വാൻസ്മെൻറ്റിന് അർഹതയുണ്ടാവില്ല എന്ന് മാത്രം. ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിൽ റോവർ ക്രൂ ഉണ്ടാവണം, കപ്പേക്ക് ഉണ്ടാവണം, സ്കൗട്ട് ട്രൂപ്പ് ഉണ്ടാവണം. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിനെയാണ് ഫുൾ ഫ്ലെഡ്ജഡ് ഗ്രൂപ്പ് എന്ന് നാം പറയുന്നത്. ഇനി ഒരു സെക്ഷൻ മാത്രമാണെങ്കിലും ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. റോവർ സ്കൗട്ട് ലീഡർ, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് റോവർ സ്കൗട്ട് ലീഡർ, അവർ അങ്ങനെ 2 വിധത്തിലായിട്ട് യൂണിറ്റ് ലീഡേഴ്സായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. 6 റോവേഴ്സിന് ഒരു ARSL എങ്കിലും വേണമെന്നാണ് പറയുന്നത്. ഇല്ലെങ്കിലും നമുക്ക് 24 പേർക്ക് ഒരു RSL ആണെങ്കിലും ഒരു ഗ്രൂപ്പായിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. RSLൻ്റെ റോവർ സ്കൗട്ട് ലീഡറുടെ ക്വാളിഫിക്കേഷൻ 25 വയസ്സ് കംപ്ലീറ്റ് ചെയ്യണം. സ്പെഷ്യൽ കേസുകളിൽ 21 വയസ്സ്, അതായത് ജില്ലകളിൽ DC അനുവദിക്കുകയാണെങ്കിൽ അവരെ പരിശീലനത്തിന് ബേസിക് കോഴ്സിന് വിടാവുന്നതാണ്. ഡിഗ്രി ആണ് മസ്റ്റായിട്ട് പറയുന്നത്. എങ്കിലും സ്പെഷ്യൽ സാങ്ഷൻ എന്ന നിലയ്ക്ക് SSC ഉണ്ടെങ്കിലും അവർക്ക് പ്രവർത്തിക്കാനായിട്ട് അനുമതിയുണ്ട്. ഇനി സ്കൗട്ട് ട്രൂപ്പിലുള്ള പോലെ റോവേഴ്സിൽ റോവർ മെയ്റ്റ്സ് എന്നാണ് പറയുക ഈ പെട്രോൾ ലീഡേഴ്സിന്. ഈ റോവർ മെയ്റ്റ്സ് ഒരു 4 മുതൽ 6 വരെയുള്ള റോവേഴ്സിന് ഒരു റോവർ മെയ്റ്റ് വേണമെന്നാണ് APROയിൽ പറയുന്നത്. അതിൽ നിന്നും ഒരു സീനിയർ റോവർ മെയ്റ്റിനോ അല്ലെങ്കിൽ മറ്റു റോവർ മെയ്റ്റ്സിനോ അല്ലെങ്കിൽ ക്രൂവിന് താല്പര്യമുള്ള ഒരു റോവർ മെയ്റ്റിനെയോ സീനിയർ റോവർ മെയ്റ്റായിട്ട് നമുക്ക് നിയമിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സീനിയർ റോവർ മെയ്റ്റ് ആയിരിക്കും സ്കൗട്ടിലെ പോലെ ട്രൂപ്പ് ലീഡർ. അതുപോലെ തന്നെ പെട്രോൾ ലീഡേഴ്സിന് പകരം റോവേഴ്സിൽ 24 പേരടങ്ങുന്ന ഒരു റോവർ ക്രൂവിന് 4 റോവർ മെയ്റ്റ്സിനെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് അവരെ നിയമിക്കുന്നത് എല്ലാ ക്രൂവിൽ എലക്ട് ചെയ്തിട്ടാണ്. ഓരോ വർഷവും ക്രൂവിൽ എലക്ട് ചെയ്തിട്ടാണ് ഈ റോവർ മെയ്റ്റ്സിനെ നിയമിക്കുന്നത്. അതുപോലെ റോവർ സെക്കൻഡ്സിനും നമുക്ക് നിയമിക്കാൻ സാധിക്കും. റോവർ മെയ്റ്റ്സിനെ സഹായിക്കാനായിട്ട് റോവർ സെക്കൻഡ്സിനെ റോവർ മെയ്റ്റാണ് സഹായിക്കുന്നത്. ഇനി സ്കൗട്ടിലെ കോർട്ട് ഓഫ് ഓണർ പോലെ റോവറിങ്ങിൻ്റെ പ്രോഗ്രാം പ്ലാനിങ്, ഡിസിപ്ലിൻ, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ ഫിനാൻസ് എന്നീ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് ഒരു നല്ല രീതിയിലൊരു പ്ലാൻ ഉണ്ടാക്കുന്നതിനും അത് പ്രാവർത്തികമാക്കാനും തീരുമാനമെടുക്കുന്നത് ക്രൂ കൗൺസിലാണ്. ക്രൂ കൗൺസിലിൽ വാറണ്ടഡ് RSL, ARSL, റോവർ മെയ്റ്റ്സ്, പിന്നെ മറ്റ് റോവേഴ്സിൽ നിന്ന് എലക്ട് ചെയ്യുന്ന റോവേഴ്സിനെയും ഈ ക്രൂ കൗൺസിലിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ ക്രൂ കൗൺസിലിൻ്റെ ചെയർമാൻ ഏതെങ്കിലും ഒരു റോവർ മെയ്റ്റ്സ് നമുക്ക് അധികാരപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു റോവർ മെയ്റ്റ്സ് ഈ ക്രൂ കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിട്ട് മിനിറ്റ്സ് എഴുതാനും മിനിറ്റ്സ് വായിക്കാനും അതുമായി അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു റോവർ മെയ്റ്റ്സിന് നമുക്ക് സെക്രട്ടറി ആയിട്ടും ഈ
പരിപാടിയിൽ ഈ ക്രൂ കൗൺസിലിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. 3 സ്റ്റേജാണ് റോവറിൻ്റെ പ്രവർത്തനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് റോവർ ഹസ്ബൻഡ്, പിന്നെ റോവർ, 3 റോവൻ സർവീസ്. 15 വയസ്സായ ഒരു കുട്ടിക്ക് ഈ റോവർ ഹസ്ബൻഡായിട്ട് ചേരാൻ സാധിക്കും. 3 മാസം അവൻ റോവറിങ്ങുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. അതോടൊപ്പം തന്നെ പ്രവേശ ബാഡ്ജ് ടെസ്റ്റും പാസ്സാകണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്രൂവിന് ഈ റോവറിനെ ഇൻവെസ്റ്റിഗേറ്റ് നടത്താനായിട്ട് തീരുമാനമെടുക്കാം. അത് ആ ദിവസം തീരുമാനിക്കാം, ഇൻവെസ്റ്റിഗേറ്റ് നടത്തുകയും ചെയ്യാം. ഈ റോവറിൻ്റെ ഈ പ്രവർത്തനങ്ങളിൽ നമ്മളെപ്പോഴും ഒരു 15 വയസ്സായ കുട്ടി വരുമ്പോൾ മൂത്ത ഒരു റോവറെ അവനെ സ്പോൺസറായിട്ട് നിയമിക്കേണ്ടതുണ്ട്. അവൻ്റെ ശരിയായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനും അതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായിട്ടാണ് ഈ സ്പോൺസറെ ഉദ്ദേശിക്കുന്നത്. ഇനി 3 ഭാഗമായിട്ടാണ് ഈ റോവറിംഗ് പരിശീലനം നടത്തുന്നത്. ഒന്ന് അഡ്വാൻസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് പ്രവേശ് റിക്വയർമെൻറ്റ്സ്, പിന്നെ അത് കഴിഞ്ഞാൽ പ്രവീൺ ഇപ്പോൾ ഇല്ല, പ്രവീൺ ഇല്ല. പ്രവേശ് കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് നിപുണാണ്. ആ നിപുൺ കഴിഞ്ഞാൽ പിന്നെ രാജപുരസ്കാർ റോവറായിട്ട് അവന് അവാർഡ് മേടിക്കാൻ വേണ്ട പരിശീലനം നേടാം. അത് കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രപതി റോവർ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് അവന് ശ്രമം നടത്താവുന്നതാണ്. 15 വയസ്സായൊരു കുട്ടി റോവർ ഹസ്ബൻഡായിട്ട് നമ്മൾ ചേരുന്നു. അതിനുശേഷം 3 മാസം പരിശീലനം നേടിയതിനു ശേഷം പ്രവേശ റിക്വയർമെൻറ്റ്സൊക്കെ പാസ്സായ ആ കുട്ടിക്ക് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് സാധിക്കും. അതിനുശേഷം പ്രവേശ് സ്കൗട്ട് 6 മാസം പരിശീലനം പൂർത്തിയാക്കിയാൽ ആ റോവറിന് നിപുൺ ബാഡ്ജ് നേടാനായിട്ട് സാധിക്കും. നിപുൺ റോവർ ഏറ്റവും കുറഞ്ഞത് 9 മാസമെങ്കിലും പ്രവർത്തിക്കണം. 9 മാസം വളരെ ആക്റ്റീവായിട്ട് ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിലും സേവന പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ റോവറിന് രാജപുരസ്കാർ റോവറായിട്ട് ബാഡ്ജ് നേടാനായിട്ട് സാധിക്കും. രാജപുരസ്കാർ നേടിക്കഴിഞ്ഞാൽ 1 ഇയർ, ഏറ്റവും കുറഞ്ഞത് 1 ഇയർ പരിശീലനം നേടിക്കഴിഞ്ഞാൽ ആ റോവറിന് രാഷ്ട്രപതി റോവർ അവാർഡ് നേടാനായിട്ട് സാധിക്കും. ഇതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. ഇപ്പോൾ ഈ COVID-19 പ്രമാണിച്ച് നമ്മുടെ ഈ എല്ലാ സിലബസിലും സ്കൗട്ടിലും ഗൈഡിലും അതുപോലെ തന്നെ റോവറിലൊക്കെ പല മാറ്റങ്ങളും വന്നിരിക്കുകയാണ്. പല ഔട്ട്ഡോർ പരിപാടികളും നിർത്തിവച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ടുള്ള പല പരിപാടികളും ഈ കോവിഡ് പ്രശ്നങ്ങൾ തീരുമ്പോൾ അല്ലെങ്കിൽ രാജപുരസ്കാർ ടെസ്റ്റിന് മുൻപ്, രാജപുരസ്കാർ റോവർ അവാർഡ് ടെസ്റ്റിന് മുമ്പ് അത് ചെയ്ത് തീർത്താൽ മതി എന്നാണ് പുതിയ റൂളിൽ വന്നിട്ടുള്ളത്. എല്ലാ റോവർ ലീഡേഴ്സിനും അതുപോലെ തന്നെ റോവേഴ്സിനും എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു APRO പാർട്ട് 2 എപ്പോഴും നിങ്ങളുടെ കയ്യിൽ കരുതണം. അതേപോലെ തന്നെ ഏറ്റവും കുറഞ്ഞത് റോവറിംഗ് എന്നുള്ളൊരു മഞ്ഞ പുസ്തകം നമ്മുടെ റോവർ LTIM മുൻ സെക്രട്ടറിയായിട്ടുള്ള നമ്മുടെ KB ചന്ദ്രശേഖരൻ സാറ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് ആ ബുക്കിങ്ങിലും റോവറിംഗ് എന്നുള്ള ബുക്കിലും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അപ്പോൾ 2 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഒന്ന് APRO പാർട്ട് 2, ഒരു റോവറിംഗ് എന്ന് പറഞ്ഞ ബുക്കും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ വളരെ അഡ്വാൻസ് ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ റോവറിംഗ് ടു സക്സസ് എന്ന് പറഞ്ഞ ബുക്കും നിങ്ങളുടെ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻസ്മെൻറ്റുമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി റോവറിംഗ് എങ്ങനെ ശക്തിപ്പെടുത്താമെന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഓരോ വർഷവും 1000, 5000, 10000 കുട്ടികളാണ്, സ്കൗട്ടുകളാണ് രാജപുരസ്കാറും അതുപോലെ തന്നെ രാഷ്ട്രപതി സ്കൗട്ടൊക്കെ ആയിട്ട് നമ്മുടെ സ്കൂളിൽ നിന്നും പിരിഞ്ഞു പോകുന്നത്.
ആ കുട്ടികളെ നമുക്ക് സമൂഹത്തിന് ഉപയോഗപ്രദമാക്കിയ രീതിയിൽ അവരുടെ ആ സേവനം വീണ്ടും ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് അവരെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി റോവർ ലീഡേഴ്സ് വളരെ ശക്തമായ ഒരു പ്രവർത്തനം നടത്തണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. സ്കൗട്ട് ഏജ് കഴിഞ്ഞ് അല്ലെങ്കിൽ രാഷ്ട്രപതി സ്കൗട്ടായി കഴിഞ്ഞ് 10ാം ക്ലാസ് പാസ്സാകുന്ന കുട്ടികൾക്ക് നിങ്ങൾ അവരുടെ സേവന പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ട് ഒരു കത്തെഴുതി അവരെ ഇനി കൂടുതൽ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവരൊരു മീറ്റിംഗ് എല്ലാ ജില്ലകളിലും അവരൊരു മീറ്റിംഗ് വിളിക്കുക. ആ മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ ഒരുവിധം സ്കൗട്ടുകളൊക്കെ അങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ വരുന്നതായിട്ട് എനിക്ക് അനുഭവമുണ്ട്. ആ വരുന്ന കുട്ടികളെ വേണ്ട രീതിയിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവർക്ക് അവരുടെ ഭാവി പ്രവർത്തനങ്ങളും സ്കൗട്ടിങ്ങുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ആ സ്കൗട്ടിങ്ങിനോട് കൂടുതൽ പ്രവർത്തിക്കാനുള്ളൊരു ആവശ്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ വരുന്ന കുട്ടികളെ നമുക്ക് റോവറിങ്ങിൽ ചേർത്തി അവർക്ക് അവരുടെ സേവന പ്രവർത്തനങ്ങളിലും അതുപോലെ പല തരത്തിലുള്ള അവരുടെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ എൻകറേജ് ചെയ്ത് പോകും. നമ്മളൊരു ട്രാക്കിൽ അവരെ പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ നമ്മളൊന്നും നോക്കണ്ട, പിന്നെ അവർ തന്നെ ആക്റ്റീവായിട്ട് ആ ട്രാക്കിലൂടെ ഡെവലപ്പ് ചെയ്ത് വന്നോളും. ക്രൂ മീറ്റിംഗ് നമ്മൾ റെഗുലറായിട്ട് വയ്ക്കുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ പലതരത്തിലുള്ള മെൻ്റൽ ആക്ടിവിറ്റീസും, മെൻ്റലി ഡെവലപ്പ് ചെയ്യാവുന്ന ആക്ടിവിറ്റീസും, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്സിനുള്ള ആക്ടിവിറ്റീസും അതുപോലെ സോഷ്യൽ ഡെവലപ്മെൻറ്റ്സിനെ പറ്റിയ ആക്ടിവിറ്റീസും അവർക്ക് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി കൊടുക്കണം. കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ ആവേശം നമ്മൾ ഒരു കാരണവശാലും റോവർ ലീഡേഴ്സ് കടത്താൻ പാടില്ല. അവർക്ക് വേണ്ട ആക്ടിവിറ്റീസ് അവരുടെ താല്പര്യം അനുസരിച്ച് അവർക്ക് വേണ്ടിയുള്ള ആ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു വിവിധ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ എപ്പോഴും ശ്രമിക്കണം. ക്യാമ്പിംഗ്, ഹൈക്കിംഗ്, ക്ലൈംബിംഗ്, നാച്ചുറൽ ആക്ടിവിറ്റീസ്, സ്വിമ്മിങ്, റോയിങ്, സൈക്ലിംഗ്, ട്രക്കിംഗ്, അതുപോലെ തന്നെ മൗണ്ടനറിങ്, അങ്ങനെയുള്ള വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് റോവറിങ് കൊടുക്കേണ്ടത്. സ്കൗട്ട് കുട്ടികളുടെ പോലെയുള്ള അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് യൗവനത്തിലേക്ക് വരുന്ന കുട്ടികൾ വളരെയധികം ആ എനർജി അവരുടെ കയ്യിൽ ഉണ്ടാവും. അത് ശരിയായ രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ട്രെയിനിങ് കോഴ്സുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇൻഡിവിജ്വൽ ട്രെയിനിങ് കോഴ്സുകളുണ്ട്. ഇപ്പോൾ വ്യക്തിത്വ വികസനം, അതിന് വേണ്ടിയിട്ടുള്ള പബ്ലിക് സ്പീക്കിംഗ്, ടൈം മാനേജ്മെൻറ്റ്, ബോഡി ലാംഗ്വേജ്, അതുപോലെ തന്നെ ഹൗ ടു ഫേസ് ഇൻ്റർവ്യൂ, അങ്ങനെ ഒരുപാട് വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ട കോഴ്സുകളും നമ്മുടെ നാട്ടിലുണ്ട്. ആ കോഴ്സുകളിലും അവരെ പങ്കെടുപ്പിക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കണം. അതുപോലെ തന്നെ സേവന പ്രവർത്തനങ്ങൾ, വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ബ്ലഡ് ഡൊണേഷൻ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ വിസിറ്റ് തുടങ്ങിയ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ആ സേവന പ്രവർത്തനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പരിപാടികൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ റോവേഴ്സ് ഒരിക്കലും ക്രൂ വിട്ട് അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം വിട്ട് പോകില്ല. അവരുടെ മുഴുവൻ സേവനവും നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് അവരെ നല്ല ഹാപ്പി, ഹെൽത്തി, യൂസ്ഫുൾ സിറ്റിസന്മാരായി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ബേഡം പൗൽ അദ്ദേഹത്തിൻ്റെ റോവറിംഗ് ടു സക്സസ് എന്ന ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനത് എല്ലാ അവസരത്തിലും ഞാൻ ഓർമ്മിക്കാറുണ്ട്. 2 keys ഓഫ് റിയൽ ഹാപ്പിനെസ്, യഥാർത്ഥ ഹാപ്പിനെസ്സിൻ്റെ 2 താക്കോലുകൾ. ഒന്ന് അദ്ദേഹം പറയുന്നത് നോട്ട് ടു ടേക്ക് തിങ്സ് ടു സീരിയസ്ലി. ഒരു കാര്യം അമിതമായ സീരിയസ് ആയിട്ട് നമ്മൾ ഒരു കാര്യം എടുക്കാൻ പാടില്ല. ബി ഹാപ്പി ആൻഡ് മേക്ക് അതേഴ്സ് ഹാപ്പി. നമ്മളെപ്പോഴും ഏത് കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് നമ്മളെ അത് നടത്താൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെ, അല്ലെങ്കിൽ നമുക്കത് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ നമ്മളത് ഏറ്റെടുക്കുകയും നമ്മളെപ്പോഴും സന്തോഷമുള്ളവരും മറ്റുള്ളവരെ എപ്പോഴും നമ്മൾ സന്തോഷമുള്ളവരാക്കുകയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ക്രൂവിനും നമ്മുടെ നാടിനും നമ്മുടെ വീടിനും ഒക്കെ നമുക്ക് സന്തോഷം പകരാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ രണ്ടാമത്തെ താക്കോലെ അദ്ദേഹം പറയുന്നത് ടു ഡു സം സർവീസ് ടു അതേഴ്സ്. നമ്മൾ മറ്റുള്ള സേവനം ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം കൂടുതൽ വരിക. നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ നല്ലൊരു സർവീസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ സർവീസിൻ്റെ ആ സംതൃപ്തി നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് നോട്ട് ടു ടേക്ക് തിങ്സ് ടു സീരിയസ്ലി, ബി ഹാപ്പി ആൻഡ് മേക്ക് അതേഴ്സ് ഹാപ്പി. അതുപോലെ തന്നെ ടു ഡു സം സർവീസ് ടു അതേഴ്സ്. ഈ 2 കാര്യങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാ റോവർ ലീഡേഴ്സും
റേഞ്ചേഴ്സും ഒക്കെ വളരെ ശക്തമായ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നേറണം. നമ്മുടെ സംസ്ഥാനത്ത് റോവറിങ്ങിൻ്റെ സെൻസസ് വളരെ മോശമായിട്ടുള്ള ഒരു നമ്പറാണ്. നമുക്ക് ആ നമ്പർ കൂട്ടണം. ഏകദേശം ഒരു 600-700 റോവേഴ്സും അതുപോലെ തന്നെ ഒരു 200-250 റേഞ്ചേഴ്സും മാത്രമാണ് നമ്മുടെ സെൻസസിൽ ഇപ്പോൾ ഉള്ളത്. അത് നമുക്ക് ഒരു 2000-3000 റോവേഴ്സും അല്ലെങ്കിൽ ഒരു 1000 റേഞ്ചേഴ്സൊക്കെ ആയിട്ട് മാറ്റി ഓരോ വർഷം കഴിയുന്തോറും ഒരു 5 കൊല്ലത്തിനുള്ളിൽ ഒരു 10000 റോവേഴ്സും ഒരു 8000 റേഞ്ചേഴ്സുമായി നമുക്ക് അതിലും കൂടുതലായിട്ടും വേണമെങ്കിൽ നമുക്കതിന് ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ റോവറിങ് കേരളത്തിൽ ശക്തിപ്പെടുത്താനായിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്ന് ഞാൻ എൻ്റെ എല്ലാ ബ്രദേഴ്സിനോടും സിസ്റ്റേഴ്സിനോടും ആയ റോവേഴ്സിനോടും റോവർ ലീഡേഴ്സിനോടും റേഞ്ചേഴ്സിനോടും ഒക്കെ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ ലൈവ് പ്രോഗ്രാം നിർത്തുകയാണ്. റോവർ പെട്രോളുകൾക്ക് സ്കൗട്ടിനെ പോലെ മൃഗങ്ങളുടെ പേരുകളല്ല കൊടുക്കേണ്ടത്, ഹീറോസിൻ്റെ പേരുകളാണ് കൊടുക്കേണ്ടത്. ഗാന്ധിജി പെട്രോൾ, ഭഗവത് സിംഗ് പെട്രോൾ, വേഡംബോയിൽ പെട്രോൾ, അങ്ങനെയുള്ള ഹീറോസിൻ്റെ പേരുകളാണ് നമുക്ക് ഈ റോവർ പെട്രോളുകൾക്ക് നൽകേണ്ടത്. ARSL വാറണ്ട് ഇപ്പോൾ കൊടുക്കുന്ന നിലവിലുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ RSLനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു RSL സ്ഥലത്ത് ഒരാളും ട്രെയിനിങ് കഴിഞ്ഞ് വന്നാൽ വീണ്ടും ഒരു യൂണിറ്റ് തുടങ്ങാനാണ് പറയുന്നത്. കാരണം വേറെ ഒന്നുമല്ല, കൂടുതൽ റോവേഴ്സിനെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. 24 മാത്രമല്ല, അതിലും കൂടുതൽ റോവേഴ്സിനെ കൊണ്ടുവന്ന് നമുക്ക് കൂടുതൽ കുട്ടികളെ അല്ലെങ്കിൽ കൂടുതൽ റോവർ ലീഡേഴ്സിനെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്. ARSL വാറണ്ട് നൽകാൻ വിരോധമില്ല. എന്തെങ്കിലും ചോദ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. റെഫറൻസ് ബുക്കുകൾ ഇപ്പോൾ ഒരുപാട് റെഫറൻസ് ബുക്കുകൾ നമ്മളവിടെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നാഷണലിൽ നിന്നും വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് റോവറിങ് ടു സക്സസ്. അത് വേടമ്പല 1922 എഴുതിയ ബുക്കാണ്. അത് നിങ്ങൾ വായിക്കേണ്ടതാണ്. അത് വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കും. 1-2 പ്രാവശ്യം വായിച്ചാൽ റോവറിങ് സക്സസ് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ അത് ഒരു 5 പ്രാവശ്യം 10 പ്രാവശ്യം വായിക്കുമ്പോഴാണ് പണ്ട് വേടംബവിൽ വിഭാവനം ചെയ്തിട്ടുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ നയമാണ് ഇപ്പോൾ പുതിയ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം വേടംബവിൻ്റെ അന്നത്തെ അദ്ദേഹം ചിന്തിച്ച കാര്യങ്ങൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽ റോവറിങ് ടു സക്സസിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മലയാള പരിഭാഷ നമ്മുടെ കേരളത്തിൽ YP രാമചന്ദ്രൻ സാറ്, മുൻ SOC YP രാമചന്ദ്രൻ സാറും എഴുതിയിട്ടുണ്ട്. അതുപോലെ KBC സാറിൻ്റെ ഒരു ബുക്കുണ്ട്, റോവറിങ് മലയാളം ബുക്ക്. അത് നല്ലൊരു ബുക്കാണ്, അത് നമ്മൾ വായിക്കേണ്ടതാണ്. പിന്നെ റോവർ സ്കൗട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് നാഷണലിൽ ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിലും ഈ റോവറിങ് ടു സക്സസിൻ്റെ ഒരു ഗുളിക രൂപത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതും നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ശങ്കരനാരായണ സാറ്, മുൻ സ്റ്റേറ്റ് സെക്രട്ടറി, വിജയത്തിലേക്കുള്ള പ്രയാണം എന്ന് പറഞ്ഞൊരു ബുക്കും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതും വളരെ നല്ലൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു ബുക്കാണ്. അഡ്വാൻസ്മെൻറ്റ് ഓഫ് RSL ബേസിക് കോഴ്സ് 7 ദിവസമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ വാറണ്ട് ഉണ്ടായിരിക്കണം. റോവർ സ്കൗട്ട് ലീഡേഴ്സിന് അഡ്വാൻസ് ട്രെയിനിങ്ങിന് പോകാം. അഡ്വാൻസ് ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഒരു അസൈൻമെൻറ്റും ഒരു സ്റ്റഡിയും എഴുതണം. അതായത് ജില്ലാ ട്രെയിനിങ് കമ്മീഷണറുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്കത് കിട്ടും. ആ അസൈൻമെൻറ്റും സ്റ്റഡിയും എഴുതി അത് സ്റ്റേറ്റിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അടുത്ത HWB, അതായത് ഹിമാലയ വുഡ് ബാഡ്ജ് കോഴ്സിന് നിങ്ങൾക്ക് വരാവുന്നതാണ്. ആ ഹിമാലയ വുഡ് ബാഡ്ജ് കോഴ്സും 7 ദിവസമാണ്.
അത് വിജയകരമായി പൂർത്തീകരിക്കുക നിങ്ങൾ വുഡ് ബാഡ്ജ് ഹോൾഡറായിട്ട് മാറും. അതിനുശേഷം നിങ്ങൾ ജില്ലയിലത്തെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ റോവർ പ്രവർത്തനങ്ങളിലും വളരെ വളരെ ശക്തമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ സ്റ്റേറ്റ് അസോസിയേഷൻ നിങ്ങളെ അതിന് ALT കോഴ്സിന് പറഞ്ഞയക്കാനായിട്ട് ട്രെയിനറായിട്ട് നിങ്ങളെ വിടാനായിട്ട് തീരുമാനമെടുക്കും. അത് സ്റ്റേറ്റാണ് തീരുമാനിക്കുന്നത്. അത് ജില്ലയോ അല്ലെങ്കിൽ നമ്മളോ അല്ല തീരുമാനിക്കും. സ്റ്റേറ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ ആ ട്രെയിനിങ് കോഴ്സിന് പ്രീ ALT ആദ്യമായിട്ട് പോകുന്നത് പ്രീ ALT കോഴ്സിന് പങ്കെടുക്കാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രീ ALT കോഴ്സ് കഴിഞ്ഞാൽ 1 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ALT കോഴ്സിന് പോകാൻ സാധിക്കും. ഈ അവസരങ്ങളിലൊക്കെ നിങ്ങൾ ഈ റോവറിംഗ് പ്രവർത്തനങ്ങൾ വളരെ സജീവമായി പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ അതിന് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ബേസിക് കോഴ്സുകൾ വരുമ്പോൾ അതിന് സഹായിക്കുക, റോവർ റേഞ്ചർ സമകം വരുമ്പോൾ അതിന് സഹായിക്കുക, മറ്റു അഡ്വഞ്ചർ പ്രോഗ്രാം വരുമ്പോൾ എല്ലാ റോവർ റേഞ്ചർ പ്രോഗ്രാമിനും നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് സജീവമായിട്ട് പങ്കെടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ അഡ്വാൻസ്മെൻ്റായിട്ടുള്ള പ്രീ ALTക്കും അതിനുശേഷം 1 കൊല്ലം കഴിഞ്ഞാൽ ALTക്കും പോകാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം 1 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് LT കോഴ്സിന് പോകാം, ലീഡർ ട്രെയിനർ കോഴ്സിന്. അതാണ് ഈ സ്കൗട്ട് അഡൽട്ട് ലീഡേഴ്സിനുള്ള ഏറ്റവും വലിയ ഉന്നതമായ കോഴ്സ്. ആ ലീഡർ ട്രെയിനർ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലീഡർ ട്രെയിനായിട്ട് നിങ്ങൾക്ക് ഓണറബിൾ ചാർജ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് നിങ്ങളെ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബേസിക് കോഴ്സും അഡ്വാൻസ് കോഴ്സും അതുപോലെ തന്നെ വുഡ് ബാഡ്ജ് കോഴ്സും നിങ്ങൾക്ക് നിങ്ങളുടെ ലീഡർഷിപ്പിൽ നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും തന്നെ ബേസിക് കഴിഞ്ഞൊരു അഡ്വാൻസ് ചെയ്യുക. അഡ്വാൻസ് കഴിഞ്ഞാൽ എത്രയും വേഗം വുഡ് ബാഡ്ജ് നേടുക. വുഡ് ബാഡ്ജ് നേടി കഴിഞ്ഞാൽ വളരെ ആക്റ്റീവായിട്ട് സജീവമായിട്ട് റോവർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. പ്രീ ALTക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. പ്രീ ALT കഴിഞ്ഞാൽ ALT കഴിഞ്ഞാൽ LT. അപ്പോഴാണ് ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ട്രെയിനറായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു റോവർ ലീഡറായിട്ട് മാറാനായിട്ട് സാധിക്കുള്ളൂ. അതിനുവേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. RSL അഡ്വാൻസ് കോഴ്സ് ഈ വർഷം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാലോ, COVID-19 എന്ന മഹാമാരി നമ്മുടെ പ്രവർത്തനങ്ങളാകെ നിർത്തിവച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ പഴയ രീതിയിലേക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പരിപാടികളും പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ COVID-19 അല്ലെങ്കിൽ മഹാമാരി ഒന്ന് കെട്ടടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ വർഷം അഡ്വാൻസ് കോഴ്സ് നടത്തിയിരിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. അതോടൊപ്പം തന്നെ ഒരു വുഡ് ബാഡ്ജ് കോഴ്സ് കൂടി നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഡ്വാൻസ് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളവരും ബേസിക് കഴിഞ്ഞിട്ടുള്ളൊരു അഡ്വാൻസ് കോഴ്സിന് വേണ്ടിയിട്ട് തയ്യാറാവുക. അഡ്വാൻസ് കോഴ്സ് കഴിഞ്ഞിട്ടുള്ളവർ വുഡ് ബാഡ്ജ് കോഴ്സിന് പോകാനായിട്ട് മാക്സിമം തയ്യാറാവുക. സ്റ്റേറ്റ് കമ്മീഷൻ നിലയ്ക്ക് എൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. കാരണം ഞാനൊരു റോവർ LT ആണ്. ആദ്യമായിട്ടാണ് കേരളത്തിലൊരു റോവർ LT സ്റ്റേറ്റ് കമ്മീഷനായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും റോവേഴ്സിന് മാക്സിമം എൻകറേജ്മെൻറ്റ് കൊടുക്കണം. സ്കൗട്ടിനും മറ്റുള്ള വിഭാഗത്തിനും കൊടുക്കുന്നത് പോലെ തന്നെ റോവേഴ്സിനും മാക്സിമം അവർക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് കൂടുതൽ റോവർ ഉണ്ടാക്കുന്നതിനും കൂടുതൽ റോവേഴ്സ് ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടാണ് എൻ്റെ ശ്രമം. അതിന് നിങ്ങളുടെ എല്ലാവരും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങളും എനിക്കുണ്ടാവണമെന്ന് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കബ് ബുൾബുൾ പരിപാടികൾ നമ്മൾ സംസ്ഥാന തലത്തിൽ പരിഗണിക്കുന്നുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ടൊരു വിങ്ങാണ്. നമ്മൾ 2 വിഭാഗമാണ്, കബും ബുൾബുളും അതുപോലെ റോവർ റേഞ്ചറുമാണ് കുറച്ച് പ്രവർത്തനങ്ങളിൽ കുറഞ്ഞു പോയിട്ടുള്ള ഒരു വിഭാഗം. ഗ്രാസ് റൂട്ട് ലെവൽ സ്കൗട്ടിംഗ് ഗൈഡിംഗ് എന്ന് പറഞ്ഞാൽ കബ് ബുൾബുൾ പരിപാടികളും അല്ലെങ്കിൽ കബ് ബുൾബുൾ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള നമ്മളുടെ ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന് കബ് ബുൾബുൾ പരിപാടികളും അതുപോലെ തന്നെ യൂണിറ്റുകളും കൂടുതൽ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ റോവർ റേഞ്ചർ പരിപാടികളും കൂടുതൽ ഡെവലപ്പ് ചെയ്ത് വരിക. വുഡ് ബാഡ്ജ് സ്റ്റഡി നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ വുഡ് ബാഡ്ജിൻ്റെ അല്ല അഡ്വാൻസ്ഡ് സ്റ്റഡിയും അസൈൻമെൻറ്റും അത് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജില്ലാ
ട്രെയിനിങ് കമ്മീഷണർക്ക് സബ്മിറ്റ് ചെയ്യുക. ജില്ലാ ട്രെയിനിങ് കമ്മീഷണർ റെക്കമെൻഡ് ചെയ്തിട്ട് സ്റ്റേറ്റ് ട്രെയിനിങ് കമ്മീഷണർക്കാണ് അയക്കേണ്ടത്. സ്റ്റേറ്റ് ട്രെയിനിങ് കമ്മീഷണർ അത് സ്റ്റഡിയും അസൈൻമെൻറ്റും എക്സാമിനർമാർക്ക് അത് അയക്കും. എക്സാമിനർമാർ അത് അപ്രൂവ് ചെയ്തിട്ട് വീണ്ടും സ്റ്റേറ്റ് ട്രെയിനിങ് കമ്മീഷണർ കൊടുക്കുമ്പോഴാണ് നിങ്ങൾ വുഡ് ബാഡ്ജിനുള്ള ഈ സ്റ്റഡിയും അസൈൻമെൻറ്റ് പാസ്സായതായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് ട്രെയിനിങ് കമ്മീഷണർ അയച്ചു തരും. നിങ്ങൾ ഈ അസൈൻമെൻറ്റും അതുപോലെ സ്റ്റഡിയും കംപ്ലീറ്റ് ചെയ്തു, ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഒരു സർട്ടിഫിക്കറ്റ് തരും. അതിനുശേഷം നിങ്ങൾക്ക് വുഡ് ബാഡ്ജിന് പോകാനായിട്ട് സാധിക്കും. സ്റ്റഡിയും അസൈൻമെൻറ്റ് എഴുതാത്തൊരു ഇപ്പോൾ ഒരുപാട് സമയം നമുക്ക് ഫ്രീ സമയമുണ്ട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിലും നമ്മൾ ഈ സ്റ്റഡിയും ഇതൊക്കെ വളരെ എത്രയും വേഗം അത് എഴുതാൻ വേണ്ട നടപടികൾ നിങ്ങൾ സ്വയമായിട്ട് തീരുമാനമെടുത്ത് അത് എഴുതി എത്രയും വേഗം തീർക്കുക. അതിനുശേഷം നിങ്ങളത് STCക്ക് അയക്കുക. അത് അയക്കുമ്പോൾ അതിൻ്റെ ഒരു കോപ്പിയല്ല, അതിൻ്റെ ഒരു ഇൻഫർമേഷൻ എനിക്ക് കൂടി തന്നാൽ ഞാനും കൂടി അത് സ്പീഡപ്പ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കാം. ഇതൊരു പോളിസി മാറ്ററാണ്. ഈ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട്സിനെ റോവറായി എൻറോൾ ചെയ്യാൻ പറ്റുമോ എന്നത്. നമ്മൾ ആദ്യം ഈ +2 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ സ്കൗട്ടിങ് ആരംഭിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ആദ്യം റോവറിങ് ആരംഭിക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. അതിനുശേഷം ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം നമുക്ക് റോവറിങ് അവിടെ ആരംഭിക്കാൻ പറ്റിയില്ല. അതിനുശേഷമാണ് പിന്നെ ഈ സ്കൗട്ട്സ് അവിടെ ആരംഭിക്കാനായിട്ട് നിർബന്ധിതരായത്. ഈ HSS അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട്സ് ആ സ്കൗട്ടിങ് ഏജ് കഴിയുമ്പോൾ അല്ലെങ്കിൽ +2 കഴിഞ്ഞ് വരുമ്പോൾ അവരെ റോവറായി എൻറോൾ ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. അവരെ റോവറായിട്ട് എൻറോൾ ചെയ്യാനായിട്ട് പരമാവധി നമ്മൾ ശ്രമിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരമാവധി നമ്മൾ ശ്രമിക്കണം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കോളേജുകളിൽ റോവറിങ് ആരംഭിക്കാനായിട്ട് ഒരു ശ്രമം നടത്തി. പല യൂണിവേഴ്സിറ്റികളും അനുവാദം തന്നു. അതിൻ്റെ നമ്മൾ 1-2 ക്യാമ്പുകൾ സംഘടിപ്പിച്ചു, ഒരു ബിഗിനേഴ്സ് കോഴ്സ് സംഘടിപ്പിച്ചു. അങ്ങനെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കിപ്പോൾ ഈ COVID-19 എന്ന ഈ രോഗം പടർന്ന് പന്തലിച്ച് പിടിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ അതൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. നമുക്ക് താമസിയാതെ കുറഞ്ഞ സമയം കൊണ്ട് ഇപ്പോൾ ഈ ഒരു പഴയ സ്ഥിതിയിലേക്ക് ഈ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കോളേജുകളിൽ നമ്മൾ റോവറിങ് റേഞ്ചറിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നടത്തിയിരിക്കും. സീനിയർ റോവർമേറ്റ്സിന് അതേപോലെ റോവർമേറ്റ്സിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആ 6 റോവേഴ്സിന് അല്ലെങ്കിൽ 4 റോവേഴ്സിന് നിങ്ങൾ കൂടുതൽ പ്രവർത്തനങ്ങൾ അവർക്ക് കൊടുക്കണം. നിങ്ങളുടെ പെട്രോൾ മീറ്റിംഗ് വയ്ക്കുക, നിങ്ങളുടെ വീടുകളിൽ അവരെ വിളിക്കുക, അവർക്ക് വീടുകളിൽ വന്ന് മീറ്റിംഗ് കൂടുക, പല പ്രവർത്തനങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. അവരുടെ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ഇടപെടുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. കുടുംബകാര്യങ്ങളിലും നിങ്ങൾക്ക് പറ്റുന്ന അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന കുടുംബകാര്യങ്ങളാണെങ്കിൽ അതിൽ പോലും നിങ്ങൾ ഇടപെട്ട് അവർക്ക് എപ്പോഴും അവരൊരു മൂത്ത സഹോദരനായിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം. അപ്പോഴാണ് നിങ്ങൾ റിയൽ റോവർമേറ്റും അതേപോലെ സീനിയർ റോവർമേറ്റായിട്ടും മാറുക. നിങ്ങളുടെ പ്രശ്നങ്ങളുണ്ടായാൽ അവർക്ക് അത് പറയാനും അത് ഷെയർ ചെയ്യാനുള്ള അത്താണിയായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. അപ്പോഴാണ് റോവർമേറ്റ്സും സീനിയർ റോവർമേറ്റ്സിനും ആ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. അപ്പോൾ റോവർമേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു പോസ്റ്റല്ല, യുവാക്കളെയാണ് നിങ്ങൾ ഡീൽ ചെയ്യണേ. അപ്പോൾ ആ രീതിയിൽ അവരെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കുട്ടികളുടെ പോലെയല്ല. ഞാൻ പറഞ്ഞില്ല, അഡോളസൻ്റ് പീരീഡിലേക്ക് യൗവനത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ആ ഒരു അവർ പിടിച്ചാൽ കിട്ടാത്ത ഒരു രീതിയിലുള്ള ഒരു ആവേശമായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി അവരെ മാനസിക നില മനസ്സിലാക്കി അവരെ സ്വഭാവ രൂപീകരണം മനസ്സിലാക്കി അവരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നന്നായി ആലോചിച്ച് തീർച്ചയായിട്ടും സീനിയർ റോവർമേറ്റ്സും നിങ്ങളുടെ റോവേഴ്സിനെ വളരെ നല്ല രീതിയിൽ കൊണ്ടു നടക്കണം. അപ്പോഴാണ് നമുക്ക് റിയൽ റോവറിങ് അവിടെ നടത്തുക, പ്രാക്ടിക്കൽ റോവറിങ് അവിടെ നടത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് എല്ലാവരും പ്രവർത്തിക്കണമെന്ന ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. യൂണിവേഴ്സിറ്റിയിൽ നിലവിലുള്ള RSLമാർക്ക് തീർച്ചയായിട്ടും റോവറിങ് നടത്താനായിട്ട് സാധിക്കും.
അതിന് യാതൊരു തടസ്സവുമില്ല. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിലവിലുള്ള RSLമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാത് ജില്ലകളിൽ പോയിട്ട് ജില്ലാ സെക്രട്ടറിനെ കണ്ട് നിങ്ങൾ ഇങ്ങനെ റോവറിങ് തുടങ്ങാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടങ്ങാൻ വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. കേരള യൂണിവേഴ്സിറ്റിയിൽ സ്റ്റാൻഡിങ് ഓർഡർ തന്നെയുണ്ട് കോളേജുകൾ ഈ റോവർ ക്രൂ റേഞ്ചർ ക്രൂ നടത്താൻ വേണ്ടിയിട്ട് സ്റ്റാൻഡിങ് ഓർഡർ ഉണ്ട്. അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരും അത് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. മറ്റു യൂണിവേഴ്സിറ്റികളിലും അതുമായി ബന്ധപ്പെട്ട കറസ്പോണ്ടിങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു RSL പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഒരു RSL ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ RSLന് ആ ജില്ലാ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടിട്ട് റോവർ ക്രൂ നടത്താൻ സാധിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ് കമ്മീഷണർ സ്കൗട്ടിനെ അത് അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സാധനങ്ങളും ചെയ്തു തരാനായിട്ട് തയ്യാറാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത റോവേഴ്സിനെയും റോവർ ലീഡേഴ്സിനെയും സംസ്ഥാന അസോസിയേഷൻ ഭാഗത്തു നിന്നും എന്തെങ്കിലും അംഗീകാരം ലഭിക്കും? എൻ്റെ സംശയം അതിൻ്റെ എല്ലാവരും ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നമുക്കൊരു സാഹചര്യം വരുമ്പോൾ, നല്ലൊരു സാധാരണ നിലയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത റോവേഴ്സിനെയും റോവർ ലീഡേഴ്സിനെയും സംസ്ഥാന അസോസിയേഷൻ 100% അംഗീകരിച്ചിരിക്കും. നല്ല രീതിയിൽ, ഏറ്റവും മഹത്തായ രീതിയിൽ അവർക്ക് വേണ്ട അംഗീകാരം നൽകും, അവരെ സ്വീകരിക്കും, അവർക്ക് എല്ലാ രീതിയിലുള്ള പിന്തുണയും നൽകും. അതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വളരെ പ്രശംസനീയമായ രീതിയിലാണ് എല്ലാ റോവർ ലീഡേഴ്സും റോവേഴ്സും റേഞ്ചർ ലീഡേഴ്സും റേഞ്ചേഴ്സൊക്കെ പ്രവർത്തിക്കുന്നത്. എല്ലാ റോവർ ലീഡേഴ്സിനെയും അതുപോലെ തന്നെ റോവേഴ്സിനെയും റേഞ്ചേഴ്സിനെയും റേഞ്ചർ ലീഡേഴ്സിനെയും സ്റ്റേറ്റ് കമ്മീഷൻ നിലയ്ക്ക് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവരും ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 3-4 കാര്യങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്ലഡ് ഡൊണേഷനാണ്. നമ്മുടെ സംസ്ഥാനത്ത് പല ബ്ലഡ് ബാങ്കുകളിലും, ജില്ലകളിലെ പല ബ്ലഡ് ബാങ്കുകളിലും ഈ COVID-19 കാരണം ബ്ലഡ് കൊടുക്കാൻ ആൾക്കാരെ കിട്ടാണ്ട് വരികയാണ്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ആവശ്യമായ ബ്ലഡ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് റോവർ ലീഡേഴ്സ് തീർച്ചയായിട്ടും മുൻകൈയെടുത്ത് എല്ലാ ജില്ലകളിലും ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്തി നമ്മുടെ റോവേഴ്സിനെയും റേഞ്ചേഴ്സിനെയും അതുപോലെ തന്നെ സ്കൗട്ടേഴ്സിനെയും ഗൈഡേഴ്സിനെയും ആ ബ്ലഡ് കൊടുക്കാൻ വേണ്ട പ്രചോദനം നൽകാൻ നമ്മൾ ശ്രമിക്കണം. ഇതൊരു പ്രധാനപ്പെട്ട ഒരു സേവന പ്രവർത്തനമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യാത്ത പുറത്തു നിന്നുള്ള RSLമാർക്ക് അവിടെ ക്രൂ തുടങ്ങാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഒരു സംശയമില്ല. കോളേജ് അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏത് കോളേജിൽ വേണമെങ്കിലും ക്രൂ സ്റ്റാർട്ട് ചെയ്യാം. അവിടെ RSL ഇല്ലെങ്കിലും RSL ഉണ്ടെങ്കിലും പുറമേ നിന്നുള്ള RSLനും അവിടെ ക്രൂ സ്റ്റാർട്ട് ചെയ്യാം. അത് യാതൊരു സംശയവുമില്ല. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്, നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ കോളേജിൽ വർക്ക് ചെയ്യാത്ത RSL ആണെങ്കിൽ കോളേജിൻ്റെ അംഗീകാരം വാങ്ങണം. കോളേജ് പ്രിൻസിപ്പളെ കണ്ടിട്ട് അവിടെ ക്രൂ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് അംഗീകാരം വാങ്ങിയതിന് ശേഷം നിങ്ങൾ ജില്ലാ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടൻസ് ഒക്കെ വളരെ വേഗത്തിൽ നടത്താൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ക്രൂ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു താമസവുമില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് ക്രൂ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരൂ. അങ്ങനെ പല റോവർ ലീഡേഴ്സിനും വേറെ സ്ഥലങ്ങളിൽ യൂണിറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ കോളേജുകളിൽ വന്ന് യൂണിവേഴ്സിറ്റികളിൽ വന്ന് ക്രൂ തുടങ്ങും. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ക്രൂ തുടങ്ങിയിട്ടുള്ള ചരിത്രം നമുക്കുണ്ട്. കൊല്ലം എഞ്ചിനീയറിംഗ് കോളേജ്, KKTM എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു നല്ലൊരു റോവർ ക്രൂ ഉണ്ടായിരുന്നു. ഒരു 10-12 വർഷം അത് വളരെ ആക്റ്റീവായിട്ട് അത് പ്രവർത്തിച്ചു. പുറമേ നിന്നുള്ള റോവർ ലീഡേഴ്സും അതിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം പിന്നെ അത് എന്തോ കാരണവശാൽ, ടെക്നിക്കലായിട്ട് കാരണവശാൽ നിന്ന് പോയതാണ്. അങ്ങനെ 3-4-5 കോളേജുകളിൽ, എനിക്ക് എല്ലാ കോളേജുകളിലും ഓർമ്മ വരുന്നില്ല, ആ സമയത്ത് 3-4 കോളേജുകളിലും വളരെ ആക്റ്റീവായിട്ട് റോവറിങ് പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് കോളേജിൽ റോവറിങ് തുടങ്ങാൻ യാതൊരു തടസ്സവുമില്ല. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. നല്ലൊരു കാര്യമാണ്. അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും സംസ്ഥാന അസോസിയേഷൻ ചെയ്തു തരുന്നതാണ്.
I am very much happy to appreciate you for the activities for anti-COVID activities. My dear Arunachal Pradesh Rovers, I am very thankful to you. Thank you very much. എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 10 മിനിറ്റ് കൂടി നമുക്ക് സമയമുണ്ട്. ഈ കോവിഡ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ റോവർ ലീഡേഴ്സും നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമാണ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും കാസർഗോഡ് റോവേഴ്സും തൃശ്ശൂർ റോവേഴ്സും അതുപോലെ തന്നെ ഇരിങ്ങാലക്കുട റോവേഴ്സും ചാവക്കാട് റോവേഴ്സ് പിന്നെ ഓണാട്ടുകര റോവേഴ്സ് വയനാട് റോവേഴ്സ് ട്രിവാൻഡ്രം റോവേഴ്സ് ഇവരൊക്കെ വളരെയധികം ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നെയ്യാറ്റിൻകര റോവേഴ്സ് അവരൊക്കെ ഇവിടെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളും നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് റിപ്പോർട്ടുകളൊക്കെ കിട്ടുന്ന മുടക്കിയത് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യും. അത് ചാരു സംശയമില്ല. നമ്മൾ സാധാരണ നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും സംസ്ഥാന അസോസിയേഷൻ നിങ്ങൾ റിപ്പോർട്ട് ഉടനെ നൽകണം. പല ജില്ലകളിലും നടക്കുന്ന ഈ പ്രതിരോധ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ട് ഇപ്പോഴും നമ്മുടെ സ്റ്റേറ്റ് അസോസിയേഷന് കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം നിങ്ങൾ ചെയ്യുന്ന എല്ലാ റിപ്പോർട്ടുകളിലെയും ആ ഡീറ്റെയിൽസും അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫോട്ടോസ് അടക്കം ഒരു ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകളും അതിൻ്റെ ഫോട്ടോസും ഒക്കെ അടക്കം സംസ്ഥാന സെക്രട്ടറിക്ക് നിങ്ങൾ അയക്കണം. നമുക്ക് ബുള്ളറ്റിലിടാനും അതുപോലെ നമുക്ക് ഗവൺമെൻറ്റിന് നമ്മുടെ റിപ്പോർട്ട് നൽകാനും അത് വളരെയധികം ഗുണകരമാകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ 23rd ഓപ്പൺ സ്കൗട്ട് തൃശ്ശൂരിലുള്ള 23rd തൃശ്ശൂർ ഓപ്പൺ സ്കൗട്ട് ഗ്രൂപ്പ് നടത്തിയ മോഡൽ വളണ്ടറി ബ്ലഡ് ഡൊണേഴ്സ് അവാർഡിന് അർഹരായവരെ ഈ അവസരത്തിൽ ഞാൻ പ്രഖ്യാപിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന് ഇരിങ്ങാലക്കുടയിൽ നിന്ന് വിജിത്ത് ഒന്നാം സ്ഥാനം. 3 പേര് ഒന്നാം സ്ഥാനമല്ല, 3 പേർക്കും ഈക്വൽ സ്ഥാനമാണ് കൊടുക്കുന്നത്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് വിജിത്ത്, തളിപ്പറമ്പിൽ നിന്ന് സിനി ജോസ്, വയനാട് നിന്ന് സിസ്റ്റർ ഗ്രേസ്. ഈ 3 പേർക്കാണ് അവാർഡിന് അർഹരായിട്ടുള്ളത്. അവർക്ക് ഒക്ടോബർ 2 ഈ കോവിഡ് ഇല്ലാത്തൊരു അവസരത്തിലേക്ക് പഴയ സ്ഥിതിയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ വരുമ്പോൾ തൃശ്ശൂരിൽ വെച്ച് അവർക്ക് അവാർഡ് നൽകുന്നതാണ്. സംസ്ഥാനത്ത് റോവേഴ്സിൻ്റെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു സ്റ്റേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് കമ്മീഷണർ നിയമിക്കാമോ? നല്ലൊരു കാര്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ റോവേഴ്സിന് ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് കമ്മീഷണർ ഫോർ റോവർ എന്നുള്ളൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് ചില ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഈ വർഷം അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ല. അതിനൊരു ശ്രമം നടത്തിയതായിരുന്നു. അതിന് സർക്കാരിൽ നിന്നുള്ള അനുവാദം കിട്ടാതെ എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് കമ്മീഷണർ റോവർ എന്നുള്ള ആ പോസ്റ്റ് നിയമിക്കാൻ നമുക്ക് ചില ബുദ്ധിമുട്ട് വന്നു. എന്തായാലും വീണ്ടും ശ്രമിക്കുന്നതാണ്. അത് നിർബന്ധമായിട്ടും അത് വേണ്ടതാണ്. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം തീർച്ചയായിട്ടും ഈ റോവർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ എത്രയും വേഗം ഒരു റോവർ ഹെഡ്ക്വാർട്ടേഴ്സ് കമ്മീഷണർ വേണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. തീർച്ചയായിട്ടും അതിന് വേണ്ടി ശ്രമിക്കും. കേരളത്തിലെ റോവേഴ്സിന് ID കാർഡ് കിട്ടുന്നു, ഒരു ഏകീകൃത ID കാർഡ്. കേരളത്തിലെ റോവേഴ്സിന് വേണ്ടി ഒരു ഏകീകൃത ID കാർഡ് നൽകാൻ വിരോധമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറിയോട് സംസാരിച്ചതിന് ശേഷം നമുക്ക് അത് തീർച്ചയായിട്ടും അത് നോട്ട് ചെയ്ത് വയ്ക്കാം. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോകാം. ഒരു ഏകീകൃത ID കാർഡ് നൽകാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും. അപ്പോൾ നമുക്ക് ഏകദേശം സമയമായി.
എന്തായാലും ഈ ഓൺലൈൻ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ റോവേഴ്സിനെയും അതുപോലെ റോവർ ലീഡേഴ്സിനെയും മറ്റു എല്ലാ സ്കൗട്ട് ഗൈഡ് പ്രവർത്തകരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇടയ്ക്ക് നമ്മൾ നടത്തണം. അപ്പോഴാണ് നമുക്ക് ഈ സ്കൗട്ടിങ് റോവറിങ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട ഒരു ഊർജ്ജം നമുക്ക് കിട്ടുകയുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ എല്ലാ റോവർ ലീഡേഴ്സും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കണം. ഇപ്പോഴത്തെ നിലയ്ക്ക് നമുക്ക് റോവേഴ്സ് വളരെ കുറച്ചേ ഉള്ളൂ. പല റോവർ ലീഡേഴ്സും വാറണ്ടി ഉണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് അവർ ശരിയായ രീതിയിൽ റോവർ പ്രവർത്തനം നടത്തുന്നില്ല എന്നതാണ്. കുറേ പേര് നല്ല ഭംഗിയായിട്ട് നടത്തുന്നുമുണ്ട്. അപ്പോൾ എല്ലാ റോവർ ലീഡേഴ്സും റോവറിങ് വളരെ ഭംഗിയായി നടത്തണം. റോവേഴ്സ് നിങ്ങളുടെ കീഴിൽ എപ്പോഴും ഒരു 24 റോവേഴ്സ് ഉണ്ടാവണം. നിങ്ങൾക്ക് എന്ത് പ്രവർത്തനങ്ങളും അവരെ വിളിച്ചാൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരണം. മാക്സിമം അവരെ എൻകറേജ് ചെയ്ത് നല്ല ശക്തമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനുള്ളൊരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ പരിപാടിയിൽ എന്നോടൊപ്പം പങ്കെടുത്ത എല്ലാ റോവർ ലീഡേഴ്സിനെയും അതുപോലെ റോവേഴ്സിനെയും മറ്റു സ്കൗട്ട് ഗൈഡ് സഹോദരന്മാരെയും സഹോദരിമാരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്.